Okay, Google. Navigate to home. Okay, home. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയൊരു പ്രൊഡക്റ്റാണ്. എൻ്റെ സുഹൃത്ത് റാൽബിനാണ് ഈ പ്രൊഡക്റ്റ് എനിക്ക് തന്നത്. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. വളരെ വില കുറഞ്ഞൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റ് വളരെയധികം ഹെൽപ്ഫുൾ ആണെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ എന്താണ് ഈ പ്രൊഡക്റ്റ് എന്നുള്ളത് ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് റാൽബിൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കി ജെൽ പാഡ് എന്നാണ് ഈ പ്രൊഡക്റ്റിൻ്റെ പേര്. ഞാൻ ഒന്ന് കാണിക്കാം. ഇതാണ് സ്റ്റിക്കി ജെൽ പാഡ്. സ്റ്റിക്കി ജെൽ പാഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ കാറിൻ്റെ ഡാഷ്ബോർഡിലോ മറ്റോ ഒക്കെ നമുക്ക് ഇത് ഒട്ടിച്ച് വയ്ക്കാം. ഇത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഫോണും നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം. എത്ര നേരം വേണമെങ്കിലും ഫോൺ അതിനകത്ത് ഇരുന്നോളൂ. ഇതിപ്പോൾ ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടല്ല വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ കാര്യത്തിലൊരു പേടി എനിക്കുണ്ട്. പക്ഷേ ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ നിന്നും ഒരു 7 കിലോമീറ്ററോളം യാത്ര ചെയ്തു. ഇത് വെച്ചിട്ട് കുണ്ടും കുഴിയുള്ള റോഡുകളിലൂടെ തന്നെയാണ് പോയത്. ഒരിക്കൽ പോലും ഫോൺ നിലത്ത് വീണിട്ടില്ല. എന്ന് മാത്രമല്ല അതിൻ്റെ ഇടയിൽ ഒരുപാട് നേരം ഞാൻ വണ്ടി നിർത്തുകയും ചെയ്തു. ആ ടൈമിലൊക്കെ ഫോൺ അതിൽ തന്നെ ഇരുന്നിരുന്നത്. ഏകദേശം 1 മണിക്കൂറോളം സമയം ഫോൺ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്നും ഫോൺ വീണിട്ടില്ല. അതിൻ്റെ ഒരു വീഡിയോ ഫുട്ടേജിൻ്റെ ഒരു സാമ്പിൾ ഞാൻ കാണിക്കാം. ഇത് വീഡിയോയോട് തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഞാനിതൊന്ന് ബൈക്കിലും ടെസ്റ്റ് ചെയ്തിരുന്നു. ബൈക്കിലും ഞാൻ എൻ്റെ ബുള്ളറ്റിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ മുകളിലാണ് ഞാൻ അത് ഒട്ടിച്ച് വെച്ചത്. എന്നിട്ട് ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഒന്നും പറ്റിയിട്ടില്ല. ഒരു 2-3 കിലോമീറ്റർ ഞാൻ അതിന് ശേഷം ഓടിച്ചിരുന്നു. എന്നിട്ടും ഫോൺ നിലത്ത് വീണിട്ടില്ല. ഫോണൊന്നും അനങ്ങുക പോലും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് നോക്കാം ആ വീഡിയോസ്. Okay, Google. Navigate to home. Okay, home. ഇതൊന്ന് ഇതിപ്പോൾ എൻ്റെ ഫോൺ ഞാൻ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇന്നലെ രാത്രി ഞാൻ ഇത് വെച്ചൊരു ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 7 കിലോമീറ്റർ ഓടിച്ചായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു. ഒരു മണിക്കൂർ എടുത്തു. ഇടയ്ക്ക് കുറേ നേരം വണ്ടി നിർത്തിയിട്ടിരുന്നു. ഈ സമയത്തൊന്നും ഫോൺ വീണ് പോയിട്ടില്ല. പിന്നെ എറ്റിയോസ് ലിവയുടെ ഡിസൈനിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഈ ഡ്രൈവർ ഇരിക്കുന്നതുമായിട്ട് ചേർന്നിട്ട് വേറെ സ്ഥലമൊന്നുമില്ല വെക്കാനായിട്ട്. പിന്നെ ഉള്ളത് സ്റ്റിയറിങ്ങിൽ വെക്കണം. അല്ലാതെ ഇങ്ങനെ നേരെ വയ്ക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയൊരു സ്പേസേ ഉള്ളൂ നേരെ കിട്ടുന്നത്. ഈ ഒരു സ്പേസിൽ പോലും ഞാനത് വെച്ചിട്ട് 1 മണിക്കൂറോളം വീഴാതിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഞാനത് ഊരിയെടുത്തപ്പോഴാണ് പോയത്. പിന്നെ ഇത് ചില സമയത്ത് വെക്കുമ്പോൾ അത്ര നമുക്ക് ഫീൽ ചെയ്യില്ല. വളരെ കൃത്യമായിട്ട് ഒട്ടിയിരിക്കുന്നവർ ചിലപ്പോൾ വീണു പോകും. ആ ഒരു ടൈമിൽ നമുക്കൊന്ന് കഴുകിയെടുത്താൽ മതി. കുറച്ച് പൊടി പിടിച്ച് തുടങ്ങിയെന്ന് തോന്നുന്ന സമയത്ത് വെറുതെ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് ഒന്നും ഉപയോഗിച്ച് തുടയ്ക്കരുത്. ഒരു തുണിയോ മറ്റൊന്നും ഉപയോഗിച്ച് തുടയ്ക്കരുത്. അത് എയർ ഡ്രൈ ചെയ്യണം. അതായത് കാറ്റടിച്ച് തന്നെ പതുക്കെ ഉണങ്ങാൻ വെക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ വീണ്ടും ആ സ്റ്റിക്കിനെസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ സ്റ്റിക്കിനെസ് വീണ്ടും പോവും. ആ ഒരു പൊടി അടിച്ചിട്ട് വീണ്ടും സ്റ്റിക്കിനെസ് പോകാനുള്ള സാധ്യത ഉണ്ട്.
ഇപ്പം എൻ്റെ വണ്ടിയുടെ സൈഡിൽ പുറത്ത് ഞാൻ ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു സിലിക്കണിൻ്റെ ജൽപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പൊടിയൊക്കെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുക്കുമ്പോൾ പ്രത്യേകിച്ച് തുടച്ചൊന്നും കൊടുക്കരുത് തുണിയൊന്നും വെച്ചിട്ട്. കാരണം തുണിയിലുണ്ടാകുന്ന ആ ചെറിയ ചെറിയ പൊടികളൊക്കെ ഇതിനകത്തേക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് എയർ ഡ്രൈ ആക്കണം. അതായത് വെറുതെ തുറന്ന് വെച്ചിട്ട് തന്നെ അത് ഉണങ്ങണം. അതിനുശേഷം നമുക്ക് ഫോണൊക്കെ വെക്കുകയാണെങ്കിൽ വീണ്ടും കുറച്ചുകൂടി എന്താ പറയുന്നത്, കുറച്ചുകൂടി ആ ഒരു സ്റ്റിക്കിനെസ് വീണ്ടും കിട്ടും. നമുക്ക് ഫോൺ പെട്ടെന്ന് വീണ് പോകുന്നുള്ള ഒരു കാര്യത്തിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഫ്രണ്ട്സ്, വീഡിയോ കണ്ടല്ലോ. ഞാൻ ഈ പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിയത് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ്. ഇത് നിങ്ങൾക്ക് ലോക്കൽ ആക്സസറീസ് ഷോപ്പിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ്. ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു ലിങ്ക് ഞാൻ എൻ്റെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. വാങ്ങുമ്പോൾ നല്ല കമ്പനിയുടെ തന്നെ വാങ്ങുക. ഫിക്സൈറ്റ് ജെൽപാഡ് എന്നൊക്കെ പറഞ്ഞ നല്ല കമ്പനീസ് ഉണ്ട്. അതുപോലുള്ള നല്ല കമ്പനീസിൻ്റെ തന്നെ വാങ്ങുക. പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സ്റ്റിക്കിനെസ് കുറയാൻ തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയാൽ മതി. ഒരു സിലിക്കൺ ജെല്ലാണ്, അല്ലാതെ ഇതൊരു പ്രത്യേകിച്ച് പശയൊന്നുമില്ല. കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് പശ പോകുന്നുള്ള കാര്യം ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളുടെ ഓൺ റിസ്കിൽ വയ്ക്കുക ഫോണുകളൊക്കെ ഇത് വെച്ചിട്ട് ചിലപ്പോൾ ചാടിപ്പോയി എന്നൊന്നും പറയരുത്. എപ്പോഴും ആ സ്റ്റിക്കിനെസ് എപ്പോഴും കാത്തു സൂക്ഷിക്കുക. ആ ഒരു ക്ലീൻലിനെസ് എപ്പോഴും കാത്തു സൂക്ഷിക്കുക. എങ്കിൽ മാത്രമേ ആ സ്റ്റിക്കിനെസ് ഉണ്ടായിരിക്കുള്ളൂ. ഏതായാലും എൻ്റെ ഒരു അനുഭവത്തിൽ 1 മണിക്കൂറോളം ഫോൺ വെച്ചിട്ട് വീണിട്ടില്ല. കാരണം ഞാൻ അത്ര ക്ലീൻ ചെയ്തിട്ടാണ് വെച്ചത്, എയർ ഡ്രൈ ചെയ്തിട്ടാണ് വെച്ചത്. അപ്പോൾ ഇതുവരെ ഇത് ഉപയോഗിച്ച് നോക്കാത്ത ആളുകൾ ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് അത് വാങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇറ്റ്സ് മീ നിസാമുദ്ദീൻ അലി സൈനിങ് ഓഫ്. ബൈ ബൈ.